ബ്രെഡ് പോക്കറ്റ്സും ഷവർമ പോക്കറ്റ്സൊന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ. നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ ഇന്നിപ്പോൾ പരിപ്പ് വട, ഉഴുന്നുവട അതിനേക്കാളൊക്കെ കൂടുതൽ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെപ്പോഴും പ്രിഫർ ചെയ്യുക ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസാണ്. അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഞാൻ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന മയോണൈസ് നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രുചിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ആദ്യം തന്നെ മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അതിന് വേണ്ടി ഞാനൊരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊപ്പം തന്നെ 1/2 കപ്പ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ കേട്ടോ, ഫ്ലേവർ ഇല്ലാത്ത റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വെളുത്തുള്ളി ഞാൻ അങ്ങനെ നെടുകെ കീറി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത മിക്സിയുടെ ജാറിലോട്ട് ആ പൊട്ടിച്ച് വെച്ച മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഗാർലിക് ഫ്ലേവറുള്ള മയോണൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1 നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് 1 നുള്ളു മാത്രം മതി, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 കപ്പ് ഓയിലിന് കുറച്ചായിട്ട്, അതായത് ഒരു 2 ടേബിൾ സ്പൂണായിട്ട് ഓയിൽ വീതം ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നിച്ച് ഓയിൽ ഒഴിക്കരുത് കേട്ടോ. ഓയിലും ഈ മുട്ടയുടെ ഇതും കൂടി ബ്ലെൻഡ് ആവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളതിനെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ബ്ലെൻഡ് ആക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വീതം ഓയിൽ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓയിലിട്ട് ഫസ്റ്റ് ബീറ്റ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഓയിൽ ഒഴിച്ച് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുക, ബീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ഓയിൽ മുഴുവനായിട്ട് ഈ മുട്ടയിൽ ഒഴിച്ച് പതപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇത് ഓരോ സ്റ്റേജിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ഇത് കുറച്ച് തിക്നെസ് കൂടി വരുന്നുണ്ട്, കണ്ടില്ലേ. രണ്ടാമത് ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ 3 അല്ല 4 പ്രാവശ്യമായിട്ട് ഞാൻ ഈ ഓയിൽ മുഴുവനായി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി അടിച്ചെടുത്തപ്പോൾ നമുക്ക് കണ്ടില്ലേ ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 1/2 കപ്പ് ഓയിൽ കറക്റ്റാണേ. അപ്പോൾ അതൊരു 4 പ്രാവശ്യമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായി പതപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ആ മയോണൈസിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കൂ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പല ഫ്ലേവറിലും നമുക്ക് ഉണ്ടാക്കാം. കുരുമുളക്, കുറച്ച് 2 മണി കുരുമുളക് ഇട്ടിട്ട് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഗാർലിക് ഫ്ലേവറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൽ മിൻറ്റ് ഫ്ലേവർ വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക പുതിന ഇല ഇട്ടിട്ടും ഉണ്ടാക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ്, 1 സവാള, കുറച്ച് മല്ലിയില, ഇത്രയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് മുളക് പൊടിയിട്ട് ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ. ഇനി ഒരു ബൗളിലോട്ട് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ ആ ഒരു ബ്രൗൺ പോർഷനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെജിറ്റബിളിലോട്ട് നമ്മുടെ ചിക്കൻ പീസസ്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം. മയോണൈസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, അതിനിങ്ങനെ കണക്കൊന്നുമില്ല. നമ്മൾ ഈ വെജിറ്റബിൾ മിക്സായിട്ട് നമുക്കത് കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഷവർമയും ബ്രെഡ് പോക്കറ്റ്സും ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു മയോണൈസിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് നിൽക്കേണ്ടത് നമുക്കറിയാം. അതിനനുസരിച്ച് ടേസ്റ്റ് നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മയോണൈസ് മുഴുവനും ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ മുഴുവനും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മയോണൈസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു നുള്ളു ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ബ്രെഡ് പോക്കറ്റിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മൾ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ പറയുക, മുട്ടയിൽ കോട്ട് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ ആ ബ്രെഡ് ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തതാണ്, അതിലേക്ക് വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് ആ എന്താ പറയുക, ബ്രെഡിൽ മുഴുവൻ ഞാൻ ആ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4 പുറം കണ്ടില്ലേ, ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ആ രീതിയിൽ ഞാൻ മുഴുവൻ ബ്രെഡും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ബ്രെഡ് ഓരോന്ന് ഇട്ടിട്ട് ഫ്ലെയിം ലോ ടു മീഡിയത്തിലാക്കുക, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പൂട്ടും. എന്നിട്ട് ഈ എല്ലാ ബ്രെഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ല, അപ്പോൾ ആ രീതിയിൽ ഞാൻ മുഴുവൻ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് 2 പീസസ് ആയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ല, അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട് അല്ലേ. 4 പുറം ഒരു പേഴ്സ് പോലെ, ഒരു പോക്കറ്റ് പോലെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് വെക്കുന്നതിനെയാണ് പോക്കറ്റ് ഷവർമ, അഥവാ എന്താ പറയുക, ബ്രെഡ് പോക്കറ്റ്സ് എന്നൊക്കെ പറയാം. കണ്ടില്ലേ, അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടില്ല, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുഴുവൻ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇത് മെല്ലെ അതിൻ്റെ 4 പുറം അരികു വിടാത്ത രീതിയിൽ നമ്മളിന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ വെച്ച് പൊളിച്ചെടുക്കരുത്. കണ്ടില്ലേ, മെല്ലെ അതിലേക്ക് സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമാവും ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം മുഴുവനായി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കടകളിലൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്, എന്ത് രസമല്ലേ. നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കഴിക്കാനും അതേപോലെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പം ഞാൻ എന്താ എല്ലാ ബ്രെഡും അതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പ്ലേറ്റ് നിറയെ ബ്രെഡ് പോക്കറ്റ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ന്യൂ ഇയർ സ്പെഷ്യൽ ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.